everybody. Assalamu alaikum warahmatullah. Welcome back to Chef Focus. ഇന്ന് നമ്മൾ പെരുന്നാളെല്ലാം ആഘോഷിച്ച് അതിനുശേഷം ഒരു അടിപൊളി നെയ്പത്തിരിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നെയ്പത്തിരിയും ബീഫ് കറിയും നല്ല ടേസ്റ്റി ഫുഡാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 2-3 പച്ചമുളക്, വേപ്പില, ഇഞ്ചി, പെരിഞ്ജീരകം, ഉപ്പ്, അരിപ്പൊടി, വെള്ളം, കുറച്ച് മൈദപ്പൊടി, കോക്കനട്ട് ഓയിൽ, കുരുമുളക്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമുക്ക് ആദ്യം തന്നെ മാവൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പെരിഞ്ജീരകം, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, കുരുമുളക്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നന്നായി ചൂടായ ഓയിലിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള പെരിഞ്ജീരകം, ഇഞ്ചി, കുരുമുളക്, വേപ്പില, ഇവയെല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കാം. ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള, ആ സവാള കൂടി ചേർത്ത് നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇത് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ട വെള്ളം എടുത്ത് വെക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി വഴന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പത്തിരിക്ക് എടുക്കുന്നത് പോലെ തന്നെ 2 ഗ്ലാസ് പൊടിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിപ്പൊടിയും ഒരു ചെറിയ ഗ്ലാസ്, ഏകദേശം ഒരു 1/2 ഗ്ലാസ് മൈദപ്പൊടിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഒരു 4-1 മൈദപ്പൊടി യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കൂടുതൽ വെള്ളം, 2 ഗ്ലാസ്സിൽ കുറച്ച് കൂടുതലായിട്ടാണല്ലോ പത്തിരിക്ക് എടുക്കുക. അതുപോലെ 2 ഗ്ലാസ് അരിപ്പൊടിയും ഒരു ചെറിയ ഗ്ലാസ്, അതായത് ഒരു 1/2 ഗ്ലാസ് മൈദപ്പൊടി. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം നമ്മുടെ വഴറ്റി വന്ന ഈ സവാളയുടെ പാനിലേക്ക് നമ്മൾ 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായി തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായി തിളച്ച് നിൽക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് 2 ഗ്ലാസ് അരിപ്പൊടി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ കിടന്ന് നന്നായി തിളക്കണം. നമ്മുടെ പൊടി നന്നായി വെട്ടിത്തിളച്ച് നമ്മൾ അതിനിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മൈദപ്പൊടി ചേർത്ത ഉടനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി വേവിച്ച് മാവ് ഇതിൽ കിടന്ന് തന്നെ അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ഗ്ലാസ് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. കുറച്ച് സമയം മൂടി വയ്ക്കണം, എന്നാലാണ് നല്ല ഒരു സ്മെല്ലൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ആ നെയ്പത്തിരിയുടെ, ആ ഒരു മസാലപ്പത്തിരിയുടെ ഒരു മണമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് എടുത്തിട്ട് നമുക്ക് ചെറിയൊരു ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. പ്രസ്സിൽ പരത്തിയാലും മതി, അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പലക യൂസ് ചെയ്തിട്ട് പരത്തണമെങ്കിൽ അങ്ങനെ പരത്താം. ഞാനിത് എല്ലാം ഒരേ ഷേപ്പിൽ ഒരേ അളവിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് നമ്മുടെ പത്തിരി വറുത്തെടുക്കാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോ പത്തിരിയും നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. നമുക്കിത് കറിയില്ലെങ്കിലും വെറുതെ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാം. ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ വളരെ ടേസ്റ്റിയാണ്. നന്നായിട്ട് കഴിക്കാം. കുട്ടികൾക്കൊക്കെ വെറുതെ തിന്നാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ബീഫ് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനാണ് വളരെ ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ പത്തിരി ഇറച്ചി കഴിക്കുന്നതിലും സൂപ്പറായിട്ട് നമുക്ക് മസാലപ്പത്തിരി, ബീഫ് റോസ്റ്റോ ബീഫ് കറിയോ ഒക്കെ കൂട്ടി കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണ്.
ഞാനിവിടെ കുറച്ച് ചെറിയ ചെറിയ സർക്കിൾ ഷേപ്പിലും കുട്ടികൾക്കൊരു രസമാണല്ലോ, ചെറിയ രീതിയിൽ കാണുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഇത് കഴിക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ സർക്കിൾ ഷേപ്പിൽ ഇതേപോലെ നമ്മൾക്ക് വലിയ ഒരു ഇതായിട്ട് പരത്തിയിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കട്ടി വേണം, സാധാരണ പത്തിരി പോലെയല്ല, വളരെ ടേസ്റ്റിയാണ്. ഇനി കുറച്ച് ബീഫ് കറി കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.